ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല എരിവും പുളിയും ഉള്ള ഒരു ഉണക്ക മുളക് ചമ്മന്തി. അതിന് എരിവിന് ആവശ്യമായ ഉണക്കമുളകും പുളിയും ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. കുറച്ച് ചുവന്നുള്ളി, 8 ചുവന്നുള്ളി, കുറച്ച് 5-6 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ക്രഷ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നതിന് ശേഷം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉപ്പും പുളിയും ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച പുളിയുടെ ചാറും ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കും. ഒന്നും കൂടി ഇതെല്ലാം ചേർത്ത് അരച്ചു കൊണ്ടുവരാം. ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അടുപ്പിലും വെക്കണ്ട, ഒന്നും വേണ്ട. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു ഉണക്കമുളകും പുളിയും ചേർത്തുള്ള എരിവുള്ള നല്ല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ അമ്മമാർ ചെയ്തിരുന്ന ചമ്മന്തിയാണത്. എരിവും പുളിയും ചേർന്ന ഈ ഉണക്കമുളക് ചമ്മന്തി നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചൂട് ദോശയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് ചെയ്തു നോക്കി എല്ലാവരും കഴിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഷെയറിലൂടെ അറിയിക്കുക. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ചമ്മന്തിയാണിത്. അടുപ്പിലും വെക്കണ്ട, ഒന്നും വേണ്ട. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. ഒരു ചമ്മന്തി ചെയ്തു വെച്ചാൽ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.